സംഭവം മൂപ്പര് ചെയ്തത് എന്തിനാ? മൂപ്പര് ഈ പണിയൊക്കെ ചെയ്ത ആളുകളെ തനിക്കാക്കാനാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ എല്ലാവരും ഒഴിവാക്കിയിട്ട് മൂപ്പരെ ചുറ്റും ആൾ കൂടാനാണ് ഇതൊക്കെ മൂപ്പര് ചെയ്തത്. സാമുരി താൻ ശ്രദ്ധേയനാകാനാണ് ചെയ്തത്. തന്നെ ആളുകൾ പരിഗണിക്കാനാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ കിട്ടിയ അദാബ് നോക്കി നിങ്ങൾ, ലാ മിസാസ്, എല്ലാവരാലും വിഗണിക്കപ്പെടുന്ന, എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അയാൾ പരിണമിക്കുകയാണ് ചെയ്തത്. അതാണ് ഈ പ്രയോഗം തന്നെ വളരെ ഒരു ഗൗരവപ്പെട്ട പ്രയോഗമാണ്, ലാ മിസാസ് എന്നുള്ള പ്രയോഗം. കാരണം മൂപ്പര് ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ മൂപ്പര് പറയാണ്, ഞാൻ ഇന്നൊരാൾ തൊടണ്ട, ഞാൻ ഒരാളിൽ തൊടൂല്ല. കാരണം ചില നിവേദനങ്ങളിൽ അങ്ങനെ ഉണ്ട്, മൂപ്പരെ തൊട്ട ആളുകൾ രോഗികളായി മാറുന്ന അവസ്ഥ ഉണ്ടായി എന്നാണ്. കാരണം അത്ര ക്രൂരതയാണ് അയാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അബദ്ധത്തിലേ ചെല്ലുള്ളൂ, അബദ്ധത്തിൽ ചെല്ലുമ്പോൾ തന്നെ മൂപ്പര് തന്നെ പറയും, ഇന്നെ തൊണ്ടാൽ നിങ്ങൾക്ക് രോഗം വരും, ഞാൻ ആരെയും തൊടാനില്ല എന്ന് പറയുന്ന അവസ്ഥ. ഞാൻ എൻ്റെ തഫ്സീറുകളിൽ വളരെ ഗൗരവത്തിലാണ് ആ വിഷയം പ്രതിപാദ്യമായിട്ടുള്ളത്. അതാണ് ഖാല ഫദ്ഹബ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സാമിരിയോട് പറഞ്ഞു പോകാൻ. അങ്ങനെ അയാളുടെ വഴിയെ വിട്ടു എന്നുള്ളതാണ്. ഫൈന ലക ഫിൽ ഹയാത്ത് അൻ തഖൂല ലാ മിസാസ്, ലാ മിസാസ് എന്ന് പറയലാണ് നിനക്ക് ദുനിയാവിലുള്ളത്. ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും തൊടാൻ നിൽക്കണ്ട, മിണ്ടാൻ നിൽക്കണ്ട, അഭിമുഖീകരിക്കണ്ട, വിട്ടോളി, എന്നോട് അകന്ന് പോയിക്കോളി എന്ന് പറയലല്ലാതെ ആരോടും ഇടപഴകാനോ സംസാരിക്കാനോ സംവദിക്കാനോ അടുക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് സാമിരി തീർന്നത് എന്നാണ്. അള്ളാഹു കാക്കട്ടെ, നഅൂദുബില്ല. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറഞ്ഞേ, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ചില പ്രവൃത്തികൾക്ക് അതിൻ്റെ പ്രതിഫലം ഒരേ ഇതിലായിരിക്കും. മൂപ്പര് എറിഞ്ഞു, അപ്പോൾ മൂപ്പർ എറിയപ്പെട്ടു. മൂപ്പര് എറിഞ്ഞു, അതുകൊണ്ട് മൂപ്പര് എറിയപ്പെട്ടു. എറിഞ്ഞത് അള്ളാഹുവിൻ്റെ ദീനാണ്, താൻ മനസ്സിലാക്കിയ സത്യമാണ്. അപ്പോൾ മൂപ്പര് അതിനാൽ എറിയപ്പെട്ടു, വിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. മൂപ്പരോട് ചോദിക്കുകയാണ്, എന്താണ് ചെയ്തത്? മാ ഖതുബുക യാ സാമിരി, ഈ പണിയൊക്കെ ചെയ്തതിൽ എന്താണ് നിങ്ങളുടെ വിഷയമെന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞത്, അതിന് ന്യായം പറയുകയാണ് ചെയ്തത്. ബസർതു ബിമാ ലം യബ്സറു ബിഹി ഫഖബത്തു ഖബ്റത മിൻ അസരി റജുൽ ഫനബത്തുഹ, ആ വിഷയം പറയുക ചെയ്തത്. ഇത് ഇദ്ദേഹം ചെയ്യാനുള്ള ഒരു പുണ്യപ്രവൃത്തിയോ നന്മയല്ല, പിന്നെ അത് അയാൾക്കുള്ള ശിക്ഷയാണ്. ഇദ്ഹബ് ഫൈന ലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്, അത് അയാൾക്ക് അല്ലാൻ്റെ അദാബാണ്. ആ അദാബ് അറിയിച്ചു കൊടുക്കാണ്. മനസ്സിലല്ലേ? അവിടെ മൂപ്പർക്ക് ഖിയാറില്ല, ഇനി തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമല്ല, ഇതിന് വിധേയനാകുകയല്ലാതെ. പറഞ്ഞാൽ മനസ്സിലായോ? അയാൾക്ക് ഇനി എന്തില്ല, ഒരു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഈ കൽപ്പനയ്ക്ക് മുമ്പിലില്ല, ഇത് ചെയ്യല്ലാതെ. കാരണം അത് അയാൾക്കുള്ള അദാബാണ്. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അറിയിക്കുകയാണ്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറഞ്ഞു, വ ഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫഹു, ദുനിയാവിൽ ലാ മിസാസ്. വ ഇന്ന ലക മൗഇദൻ, എന്താ വ ഇന്ന ലക, തീർച്ചയായും നിനക്കുണ്ട്, മൗഇദൻ. മൗഇദൻ എന്ന് പറഞ്ഞാൽ എന്താ? മൗഇദ് എന്ന് പറഞ്ഞെങ്കിൽ ആ പ്രയോഗം വാഗ്ദാനത്തിന് പറയും, വാഗ്ദാന സ്ഥലത്തിന് പറയും, വഅദ് എന്നതിന് പറയും. അതേപോലെ തന്നെ വഅദിൻ്റെ മക്കാൻ, പിന്നെ സമാൻ, അതിനൊക്കെ പറയും. ഫഇന്ന ലക മൗഇദൻ, തീർച്ചയായും നിനക്കൊരു വഅദുണ്ട്, വാഗ്ദാനമുണ്ട്. ലൻ തുഖ്ലഫഹു, ലൻ തുഖ്ലഫു എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും പിന്തപ്പെടുകയില്ല. ലൻ തുഖ്ലഫഹു, നീ ഒരിക്കലും പിന്തപ്പെടുകയില്ല എന്ന്. തുഖ്ലഫഹു രണ്ട് ഖിറാഅത്തുണ്ട്, ലൻ തുഖ്ലിഫഹു എന്ന ഖിറാഅത്തുണ്ട്. തുഖ്ലിഫഹു വ ഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫഹു. തുഖ്ലഫഹു ഇതാണ് ഖലഫ്, ഈ നമ്മളെ ഖിറാഅത്ത്, ഹഫ്സിൻ്റെ ഖിറാഅത്ത് ഇതാണ്. വേറെ പ്രസിദ്ധമായ ഖിറാഅത്തുണ്ട് തുഖ്ലിഫഹു എന്ന്. തയ്യബ്, ലൻ തുഖ്ലഫഹു, നീ ഒരിക്കലും പിന്തിപ്പിക്കപ്പെടാത്ത ഒരു നിർണിത വാഗ്ദാനം നിനക്കുണ്ട്. പരലോക കോടതിയിലെ വിചാരണയാണ്, അള്ളാഹുവിൻ്റെ കോടതിയിലുള്ള ഈ സാമിരിക്കുള്ള വിചാരണയെക്കുറിച്ചാണ് പറയുന്നത്. ആ വിചാരണയെ തൊട്ട് നീ ഒരിക്കലും എന്ത് ചെയ്യില്ല, പിന്തിപ്പിക്കപ്പെട്ടില്ല. ആ വിചാരണയിൽ കൃത്യമായിട്ട് നീ അവിടെ എത്തണം, ആ വിചാരണക്ക് നീ വിധേയനാകണം. അതാണ് ഇവിടെ പറയുന്നത്. വഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫഹു, നീ ഒരിക്കലും പിന്തിപ്പിക്കപ്പെടാത്ത ഒരു വാഗ്ദാനം നിനക്കുണ്ട്. അത് പരലോക കോടതിയാണ്, അള്ളാഹുവിൻ്റെ വിചാരണയാണ്. ആ വിചാരണക്ക് നീ കൃത്യമായിട്ട് അവിടെ എത്തും എന്നുള്ളതാണ് ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഇനി അതല്ല, ഇവിടെ ഇസ്മു മക്കാൻ, ഇസ്മു സമാൻ ഒക്കെ ആണെങ്കിൽ ഇവിടെ വഇന്ന ലക മൗഇദൻ, നിനക്ക് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്.
നീ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നീ വിചാരണയ്ക്ക് വിധേയമാകുന്ന ഒരു സമയമുണ്ട്. ലൻ തുഖ്ലഫഹു, അതിൽ നിന്നൊരിക്കലും നീ പിന്തൂല, നീ അവിടെ കൃത്യമായിട്ട് എത്തും എന്നുള്ളതാണ് അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന അയാളോട് പറയുന്ന ആ ഒരു ഭീഷണി. വഇന്ന ലക മൗഇദൻ ലൻ തുഖ്ലഫഹു.